ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമയുടെ റിവ്യൂവിനെ പറ്റിയാണ്. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിനിമയുടെ ഒരു ഓവർവ്യൂ മാത്രം നൽകിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ദൃശ്യം 3 1, 2, 3 എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി 4ഉം 5ഉം ഒക്കെ വരാനുള്ള ലീഡൊക്കെ സിനിമ നൽകുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ കൊള്ളാം. സിനിമയുടെ ഒരു റേറ്റിംഗ് എനിക്ക് പറയുകയാണെങ്കിൽ ദൃശ്യം 1 എപ്പോഴും OG ആയിരിക്കും. അതിന് മേളിൽ ഇനിയൊരു സിനിമ ജിത്തു ജോസഫിനും പറ്റില്ല, മറ്റൊരു സിനിമകളിലും പറ്റില്ല. അപ്പോൾ ദൃശ്യം 2 ആണ് അതിൻ്റെ സെക്കൻഡായിട്ട് എനിക്ക് വെക്കാൻ പറ്റും. പിന്നെ ദൃശ്യം 3 അതിൻ്റെ അടിയിൽ. അപ്പോൾ 1, 2, 3 ആ ഒരു ഓർഡറിൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ദൃശ്യം 2ൻ്റെ ലെവലിൽ വന്നു ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നടക്കാം. 1ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള 2ഉം 3ഉം കമ്പയർ എടുക്കുകയാണെങ്കിൽ എനിക്ക് 2 ആണ് ഇത്രയും കൂടെ ഇഷ്ടപ്പെട്ടത്. 3 ഒരു ഓക്കെ ഫീലാണ് നൽകിയിരിക്കുന്നത്. 3 കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. സ്പോയിലേഴ്സ് ഒന്നും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോറിയൊക്കെ ഇടുകയാണെങ്കിൽ അതിലൊന്നും മെൻഷൻ ചെയ്യരുത്. സിനിമയ്ക്ക് സ്പോയിലർ ഒട്ടും തന്നെ എനിക്കൊരു പോസിറ്റീവും പറയാൻ പറ്റില്ല, ഈ റിവ്യൂവിൽ നെഗറ്റീവും പറയാൻ പറ്റില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സ്പോയിലറായിട്ട് തോന്നും. കാരണം അതുപോലെയാണ് സിനിമയുടെ കഥകളൊക്കെ പോണത്. സിനിമ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ കണക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പഴയ ക്യാരക്ടേഴ്സിൻ്റെ മാറ്റം, പുതിയ ക്യാരക്ടേഴ്സിൻ്റെ മറ്റു മാറ്റങ്ങൾ, പിന്നെ ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ കൂടെ തന്നെയാണ് കഥ മൊത്തം പോണത്. ലാലേട്ടനിലൂടെ തന്നെയാണ് ആ സിനിമ മൊത്തം പോണത്. ലാലേട്ടൻ്റെ ഇമോഷൻസ്, ജോർജ് കുട്ടിയിൽ വരുന്ന ചില മാറ്റങ്ങൾ. പിന്നെ സിനിമ ഒറ്റൊരു കാര്യം അടി വരെ ഇട്ട് പറയുകയാണ്, ഹിസ് എ ക്ലാസിക് ക്രിമിനൽ. ഭയങ്കര ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ജോർജ് കുട്ടി. അത് ഈ സിനിമയിൽ ഒന്നുകൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് അതിലെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോവും. എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് OTT മുന്നേ, കാരണം OTT വെയിറ്റ് ചെയ്താൽ അത് കുറേ സമയം എടുക്കും. കാരണം മറ്റ് ഭാഷകളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം OTT റിലീസ് ചെയ്യുള്ളൂ. സോ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ റിവ്യൂവിൽ എനിക്ക് ഇത്രത്തോളം പറയാൻ പറ്റുള്ളൂ. നമ്മുടെ എസ്തറൊക്കെ നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീനായി പോലും മോഹൻലാലായി പോലും എല്ലാവരും കിടിലം. മോഹൻലാലിൻ്റെ ഒക്കെ കിടിലം പെർഫോമൻസ് ആണ്. കാരണം നമുക്ക് ഈ സിനിമ ഇത്ര ഈസി ആയിട്ട് തോന്നാൻ കാരണം മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ടാണ്. അത് വേറൊരു നടൻ ചെയ്തെങ്കിൽ നമുക്കിതൊരു ഓക്കെ, മോഹൻലാൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. മോഹൻലാൽ ചിരിക്കുമ്പോൾ കരയുമ്പോഴൊക്കെ ഒരു ഫീൽ ചെയ്യണ ഒരു സംഭവം നമുക്ക് ദൃശ്യത്തിലൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ മോഹൻലാലിനെ പറ്റി വേറെ പറയേണ്ടതല്ല, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഇത്തിരി വൈകി പോയി പറയാം, നമ്മുടെ ചാനലിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ കിട്ടിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. സിനിമ എങ്ങും പോസിറ്റീവ് തന്നെയാണ്. എനിക്ക് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചൊരു നെഗറ്റീവ് എനിക്ക് തോന്നി, അതിവിടെ പറയുന്നില്ല, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓവറോൾ സിനിമ നല്ല രസം തന്നെയായിരുന്നു. പിന്നെ എടുത്ത മേക്കിംഗ് ഒക്കെ ആൾക്കാരിങ്ങനെ സീരിയൽ ലെവലിൽ നിന്നൊക്കെ 2-നൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് ദൃശ്യം 3-ലും 3 സീരീസിലും ഒരു സീരിയൽ ലെവലിനൊന്നും എനിക്ക് തോന്നിയില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും പറഞ്ഞ സീരിയലൊന്നും കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സീരിയലൊന്നും ഇങ്ങനെയൊന്നല്ല. ദൃശ്യം 3 സീരീസും അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിൽ വരുന്ന ഈ 3 സിനിമകളും നല്ല ഗംഭീരം തന്നെയാണ്. ഓർഡർ പറയുകയാണെങ്കിൽ ദൃശ്യം 1, 2, 3 ആ ഓർഡർ തന്നെയാണ്. ഒരു 4ഒക്കെ ഇനിയും വരാം, 5ഒക്കെ വരാം എന്നുള്ള ലീഡിലൊക്കെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. കാരണം സിനിമ ഇനിയും ഡെവലപ്പ് ആവും. സത്യം പറഞ്ഞാൽ ദൃശ്യം 2 എവിടെയാണ് നിർത്തിയിരിക്കുന്നത് അതാണ് സത്യം പറഞ്ഞാൽ കഥ എങ്ങനെയാണോ അവസാനിക്കേണ്ടത് ആ രീതിയിൽ വന്നിരിക്കുന്നത്. അവിടെ അവസാനിച്ച് അത് ഗംഭീരം തന്നെയാണ്. പിന്നെ ഉള്ളത് ഒരു എക്സ്റ്റൻഷൻ, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ഒരു ദൃശ്യം 4 ഉണ്ടാവും, സംഭവിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ദൃശ്യം 3യും ഇനി വരണയാണ് 4-നൊക്കെ പ്രത്യേകത. അത് കഥ അവസാനിച്ചു, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ ആ കഥ തുടരും എന്നൊരു രീതിയിലാണ് എനിക്ക് ദൃശ്യം 3നെ പറ്റി പറയാനുള്ളത്. കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചില കഥാപാത്രങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ എടുത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ ലാലേട്ടന് പോലും അങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ തന്നെയായിരുന്നു, കുറച്ച് ഫ്ലാറ്റ്. എന്നാൽ പിന്നെ അതിലുള്ള ലീഡൊക്കെ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. ട്വിസ്റ്റൊക്കെ ശരിക്കും വർക്കായിട്ടുണ്ട്. നമ്മുടെ നെട്ടണ തരം ട്വിസ്റ്റൊക്കെ എന്തായാലും സിനിമയിലുണ്ട്. ദൃശ്യം 1-ൽ ഒരു മേജർ ട്വിസ്റ്റാണ് വരുണിൻ്റെ ബോഡി നമ്മുടെ തിയേറ്ററിൽ പ്ലേസ് ചെയ്യണത്. പിന്നെ ദൃശ്യം 2-ലാണ് പടപടാന്നുള്ള ട്വിസ്റ്റൊക്കെ ക്ലൈമാക്സിലുണ്ട്. അതുപോലത്തെ ഒരു ക്ലൈമാക്സ് തന്നെയാണ്, ഇങ്ങനെ ട്വിസ്റ്റുകൾ നിറഞ്ഞും. പിന്നെ സിനിമയുടെ ഉടനീളം കുറച്ച് ട്വിസ്റ്റൊക്കെ നമ്മുടെ ആകെ നൈസ് തന്നെയായിരുന്നു. പുതിയ ക്യാരക്ടേഴ്സിൻ്റെ വരവും പിന്നെ പഴയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാം. സിനിമയ്ക്ക് ഓവറോൾ നല്ല രസം തന്നെയായിരുന്നു സിനിമ. നമ്മുടെ ദൃശ്യം 3-ൽ അങ്ങനെ ഒരു മോശമെന്നൊന്നും പറയാനൊന്നുമില്ല, എന്നാൽ പിന്നെ ഗംഭീരമെന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. അതാണ് എനിക്ക് ദൃശ്യം 3-നെ പറ്റിയുള്ളത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. സിനിമ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഒരു കിട്ടുന്ന സർപ്രൈസ് തന്നെയായിരുന്നു.
പിന്നെ കുറച്ച് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ഉണ്ട്, ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. അതിനൊരു പുതിയൊരു വീഡിയോ തന്നെ എന്തായാലും കുറച്ച് നാൾ പിടിക്കും. കാരണം നമ്മൾ കാണാത്തവരെ അവരും ഒന്ന് ചിലപ്പോൾ എടുത്തു നോക്കും. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം, ഒരു നഷ്ടവും വരില്ല. അത് നിങ്ങൾക്കൊരു 150 മുടക്കുകയാണെങ്കിൽ കിടിലം സിനിമ തന്നെയാണിത്. ജിത്തു ജോസഫ് എന്ന റൈറ്റർ ദൃശ്യം സീരീസ് വരുമ്പോൾ ഇത്തിരി നല്ല ഒരാളാകുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു, പക്ഷേ റൈറ്റിംഗ് ഒക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ക്ലൈമാക്സ് എനിക്കൊരു ഓക്കെ ഫീൽ മാത്രം നൽകിയുള്ളൂ. ട്വിസ്റ്റ് സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്താം. ആരോടും സ്പോയിലേഴ്സ് ഒന്നും പറയാണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ, ചെറിയ റിവ്യൂ ആണ്. കാരണം വേറെ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.